ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്തു, ചെയ്തില്ല, ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണമെന്ന് പഠിച്ചു. ആ പറഞ്ഞ കൂട്ടത്തിൽ ചെയ്തു എന്നുള്ള രീതിയിൽ സെന്റൻസ് വരുമ്പോൾ അതിനകത്ത് V2 ഫോം ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഈ V2 ഫോം എന്താണെന്നും അതുപോലെ അത് വെച്ചുള്ള കുറച്ച് കൂടുതൽ എക്സാമ്പിൾസും നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ആദ്യം തന്നെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് എക്സാമ്പിൾസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫോമിലാണ് ഇട്ടിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് സെന്റൻസ് വായിച്ച് നോക്കാം. I dashed to France last year. ഇവിടെ ആക്ഷൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ട്രാവൽ എന്നുള്ള വാക്കാണ്. ട്രാവൽ നിങ്ങൾക്കറിയാം, യാത്ര ചെയ്യുക എന്നാണ് അതിന്റെ മീനിങ്. സോ നമുക്ക് സെന്റൻസിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഐ ആണ് ഇവിടെ സബ്ജക്റ്റ്. ഡാഷ് ടു ഫ്രാൻസ് ലാസ്റ്റ് ഇയർ, ടൈമും തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ലാസ്റ്റ് ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം നമ്മൾ യാത്ര ചെയ്തു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഉറപ്പായിട്ട് നമുക്കറിയാം, ഞാൻ ഒരു കാര്യം ചെയ്തു എന്ന് നമ്മൾ എങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്നത്? ഐ ഡിഡ് അല്ലേ? ഞാൻ ചെയ്തു. ഇവിടെ യാത്ര എന്നുള്ള വാക്ക് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, എന്ത് ആക്ഷൻ ആണ് എന്നുള്ളത്. സോ ഐ ഡിഡ് പ്ലസ് എന്താണോ ആക്ഷൻ അത് നമ്മൾ എഴുതി. ഇനി സെന്റൻസിൽ നമ്മൾ അന്നും പറഞ്ഞിരുന്നു, സെന്റൻസിൽ നമ്മൾ ഇങ്ങനെ എടുത്ത് പറയേണ്ട കാര്യം വരുന്നില്ല, അത് പോസിറ്റീവ് സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ. പകരം നമ്മൾ ഈ ഡിഡ് പ്ലസ് ട്രാവലിനെ ഒറ്റ വാക്കായിട്ട് ട്രാവൽഡ് എന്ന് എഴുതും. സോ സി, ട്രാവൽഡ്. ഈ ഒരു വാക്കാണ് ട്രാവൽ എന്ന് പറയുന്ന വാക്കിന്റെ V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ഫോം. ചെയ്യുക ഡു, ചെയ്തു ഡിഡ്. അതുപോലെ തന്നെ യാത്ര ചെയ്യുക ട്രാവൽ, യാത്ര ചെയ്തു ട്രാവൽഡ്. ഈ ഒരു മീനിങ്ങിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ വേർബ്സിനെ V1ഉം V2ഉം ഒക്കെ ആയിട്ട് മാറുന്നത്. ഇനിയും വേറെ ഫോംസ് ഉണ്ട്, V3 എന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മൾ അതിലേക്കൊന്നും ഇപ്പൊ തൽക്കാലം പോകുന്നില്ല. സോ ഒരു വേർബ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ V1ഉം ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിന്റെ V2ഉമാണ് യൂസ് ചെയ്യേണ്ടത്. V2 വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഈ ഡിഡ് ഇവിടെ ചേരുമ്പോഴാണ് V2 ഫോമിലേക്ക് ആ ഒരു വേർഡ് എത്തിച്ചേരുന്നത്. സോ നമുക്കിനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. We dashed there yesterday. ഇവിടെ ആക്ഷൻ വന്നിരിക്കുന്നത് സ്റ്റേ ആണ്. സ്റ്റേ എന്ന് ഉദ്ദേശിക്കുന്നത് താമസിക്കുക, നിൽക്കുക എന്നൊക്കെയാണ്. ഇവിടെ ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നു എന്നാണ് വരേണ്ടത്. അതായത് യെസ്റ്റർഡേ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രീവിയസ് ഡേ ആണ്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ഒരു ആക്ഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ഞങ്ങൾ അവിടെ താമസിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ആണ്. നമ്മൾ ചെയ്തൊരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ വി ഡിഡ് വരും. എന്താ ചെയ്തത്? സ്റ്റേ. എല്ലാ തവണയും ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ചിന്തിക്കണം എന്നില്ല. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആദ്യം ഒന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ. നമുക്ക് ഡയറക്ട്ലി വി കഴിഞ്ഞിട്ട് വി സ്റ്റേഡ് V2 ഫോമിലേക്ക് പോകാം. സോ വി ഡിഡ് പ്ലസ് സ്റ്റേ ബിക്കംസ് സ്റ്റേഡ്. അപ്പൊ ഇവിടെ എന്ത് ഉത്തരം വരും? വി സ്റ്റേഡ്. വി സ്റ്റേഡ് ദർ യെസ്റ്റർഡേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഇതിന്റെ ആൻസർ നമ്മൾ ഫിൽ ചെയ്യാൻ വിട്ടുപോയി. നമുക്കതൊന്ന് ഫിൽ ചെയ്തിട്ട് വരാം. ട്രാവൽ എന്നാണ് ആക്ഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രാവൽ ചെയ്തു എന്ന് പറയുമ്പോൾ ട്രാവൽഡ് എന്നാകും. സോ ഇൻ ദാറ്റ് കേസ് ഇവിടെ ട്രാവൽഡ്. അപ്പൊ ഈ സെന്റൻസ് ഐ ട്രാവൽഡ് ടു ഫ്രാൻസ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം ഞാൻ ഫ്രാൻസിലേക്ക് യാത്ര ചെയ്തു എന്ന് മീനിങ് വരും. മൂവിങ് ഓൺ. സോ ഈ മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ഷീ ഡാഷ് മീ ടു ഗിവ് അപ്പ്. ഗിവ് അപ്പിന്റെ മീനിങ് എന്താണെന്നറിയോ? വിട്ടുകളയുക, അതങ്ങ് വേണ്ടാന്ന് വെക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ് വരിക. സോ ചിലപ്പോൾ നമുക്കൊരു സങ്കടം അല്ലെങ്കിൽ ഒരു ദേഷ്യമൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരോ ഒക്കെ നമ്മളോട് പറയാറുണ്ട് വിട്ടുകളാന്ന് പറയില്ലേ? അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫ്രേസൽ വേർബാണ് ഗിവ് അപ്പ് കേട്ടോ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ആക്ഷൻ വേർഡ് അഡ്വൈസ് ആണ്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഉപദേശിക്കുക എന്നാണ്. സോ ഇവിടെ നമുക്ക് അവൾ എന്നോട് വിട്ടുകളയാൻ എന്നെ ഉപദേശിച്ചു എന്ന മീനിങ് ആണ് വരേണ്ടത്. ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് അവൾ ചെയ്തു. സോ അവൾ ചെയ്തു എന്ന് വരുമ്പോൾ ഷീ ഡിഡ്. എന്താണ് ചെയ്തത്? അഡ്വൈസ്. അഡ്വൈസ് ആണ് ചെയ്തത്. സോ ഇത് രണ്ടും കൂടെ വരുമ്പോൾ അഡ്വൈസ്ഡ് എന്നാണ് വരിക. ഓക്കെ, സോ അഡ്വൈസ്ഡ് ആണ് ഇവിടുത്തെ V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ഫോം. സോ ഇങ്ങനെ സെന്റൻസ് ഇങ്ങനെ വരും.
She advised me to give up. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, കുറച്ച് പേരെങ്കിലും ADVICE എന്നൊരു സ്പെല്ലിംഗ് കേട്ടിട്ടുണ്ടാവും അഡ്വൈസിന്. സോ ഇതിൻ്റെ മീനിങ് വന്നിട്ട് ഉപദേശം എന്നാണ്. ഓക്കെ, ADVISE വരുമ്പോൾ ഉപദേശിക്കുക എന്നാകും. ചെറിയ വ്യത്യാസമാണ് എങ്കിലും മീനിങ്ങിൽ വലിയ മാറ്റമുണ്ട്. സോ അത് ശ്രദ്ധിക്കുക. CE നിങ്ങൾ റൈറ്റിംഗിൽ ഉപദേശം എന്ന് മീൻ ചെയ്യാൻ വേണ്ടി മാത്രം എഴുതുക. ഇനി അടുത്ത സെന്റൻസ് നോക്കിക്കേ. ഇറ്റ് ഡാഷ്. ആക്ഷൻ കൊടുത്തിരിക്കുന്നത് ബ്രേക്ക് ആണ്. ബ്രേക്ക് അറിയാം, പൊട്ടുക, തകരുക എന്നൊക്കെയാണ്. അപ്പം അത് തകർന്നു എന്നാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. സോ ഇറ്റ് ഡിഡ് പ്ലസ് ബ്രേക്ക്, തകർന്നു എന്ന് വരണമെങ്കിൽ. അപ്പം ഇത് നമ്മൾ നേരത്തെ ED ചേർത്തിട്ടാണല്ലോ നമ്മൾ ഇതിൻ്റെ V2 ഫോമിലേക്ക് എത്തിച്ചത്. നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും ഇങ്ങനെ എഴുതാൻ. ഇത് ശരിയാണോ? അല്ല. എല്ലാ വാക്കുകളും നമുക്ക് DO അല്ലെങ്കിൽ EDO ആഡ് ചെയ്ത് കൊടുത്ത് V2 ഫോമിൽ എത്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ചില വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിലുണ്ട്. അതിലൊരെണ്ണമാണ് ബ്രേക്ക്. ഡിഡ് പ്ലസ് ബ്രേക്ക് ബ്രോക്ക് ആയി മാറും. സോ ഇവിടെ വരേണ്ടത് ഇറ്റ് ബ്രോക്ക് ആണ്, ബ്രേക്ഡ് അല്ല. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ പ്രോഗ്രാം ഡാഷ് ഹാഫ് ആൻ അവർ എഗോ. ഹാഫ് ആൻ അവർ എഗോ. ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ. എഗോ മുൻപ്. അരമണിക്കൂർ മുൻപ് പ്രോഗ്രാം ബിഗിൻ ചെയ്തു അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള മീനിങ്ങിലാണ് നമുക്ക് ഈ സെന്റൻസ് വേണ്ടത്. ഓക്കെ, ബിഗിൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്, തുടങ്ങുക. തുടങ്ങി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ദ പ്രോഗ്രാം നമുക്ക് നോക്കാം. ദ പ്രോഗ്രാം എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അത് സിംഗുലർ ആണ്. അതിലിവിടെ ഒരു പ്രസക്തി ഇല്ല, കാരണം ഇത് ചെയ്തു എന്നുള്ളതാണല്ലോ, കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയാണല്ലോ. സോ ദ പ്രോഗ്രാം പ്ലസ് ഡിഡ്, കഴിഞ്ഞു പോയത് കൊണ്ട് ഡിഡ് പ്ലസ് ബിഗിൻ. ഇതും നമ്മൾ അറിയാതെ ഇങ്ങനെ എഴുതാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ ഇത് തെറ്റാണ്. ഡിഡ് പ്ലസ് ബിഗിൻ ബിഗാൻ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയണമെങ്കിൽ ബിഗാൻ വേണം. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെയാകും? ദ പ്രോഗ്രാം ബിഗാൻ ഹാഫ് ആൻ അവർ എഗോ. അരമണിക്കൂർ മുമ്പ് പ്രോഗ്രാം ആരംഭിച്ചിരുന്നു. മൂവിങ് ഓൺ. പീപ്പിൾ ഡാഷ് ലെറ്റേഴ്സ് ഇൻ ദ പാസ്റ്റ്. ഇൻ ദ പാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പണ്ട്, ഓക്കെ എന്നുള്ള മീനിങ് ആണ് വരിക. സോ ആക്ഷൻ എന്താണ്? റൈറ്റ് ആണ്. ആരാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്? പീപ്പിൾ. പീപ്പിൾ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? റൈറ്റ് ചെയ്തു. ഓക്കെ, സോ പീപ്പിൾ ചെയ്തു, പീപ്പിൾ ഡിഡ് എന്ത് ചെയ്തു? റൈറ്റ് ചെയ്തു. ഇനി ഡിഡ് പ്ലസ് റൈറ്റ് എന്തായി മാറും? അഗൈൻ ഇവിടെയും നമുക്ക് ED ചേർത്തത് കൊണ്ട് മാത്രം V2 ആക്കാൻ പറ്റില്ല. അതിൻ്റെ സ്പെല്ലിംഗ് കംപ്ലീറ്റ് രൂപം തന്നെ നമ്മൾ മാറ്റുകയാണ് അല്ലേ. റൈറ്റ് ബിക്കംസ് റോട്ട്. ഡിഡ് പ്ലസ് റൈറ്റ് ബിക്കംസ് റോട്ട്. സോ പീപ്പിൾ റോട്ട് ലെറ്റേഴ്സ് ഇൻ ദ പാസ്റ്റ്. ആൾക്കാർ അല്ലെങ്കിൽ മനുഷ്യർ പണ്ട് കാലത്ത് ലെറ്റേഴ്സ് എഴുതിയിരുന്നു എന്നുള്ള മീനിങ് ആണ് വരിക. അടുത്തത് ഐ ഡാഷ് ദ കറക്റ്റ് ആൻസർ. നോ ആണ് ആക്ഷൻ വന്നിരിക്കുന്നത്. നോ മീൻസ് അറിയുക. അപ്പൊ ഇവിടെ നമുക്ക് എനിക്ക് അറിയാം അല്ലെങ്കിൽ അറിഞ്ഞു, എനിക്ക് അറിയാമായിരുന്നു എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരേണ്ടത് കേട്ടോ. എനിക്ക് കറക്റ്റ് ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എനിക്ക് അറിയാമായിരുന്നു. അത് എങ്ങനെ വരും? ഉറപ്പായിട്ടും ഡിഡ് പ്ലസ് നോ ആണ് കഴിഞ്ഞു പോയത് കൊണ്ട് വരിക. ഡിഡ് പ്ലസ് നോ എന്തായി മാറും? ന്യൂ. ഇതാണ് വാക്ക്. നോ അറിയുക, ന്യൂ അറിയാമായിരുന്നു അല്ലെങ്കിൽ അറിഞ്ഞു എന്നൊക്കെയുള്ള മീനിങ് വരും. ഓക്കെ, സോ ഐ ന്യൂ ദ കറക്റ്റ് ആൻസർ. എനിക്ക് കറക്റ്റ് ആൻസർ അറിയാമായിരുന്നു. ഇനി നമ്മൾ V2 ഫോം ആക്കിയ സമയത്ത് ചില വേർബ്സിന് നമ്മൾ D അല്ലെങ്കിൽ ED ഇട്ട് കൊടുത്ത് അതിനെ V2യിലേക്ക് എത്തിച്ചു. പക്ഷെ ചിലതിന് നമുക്ക് കംപ്ലീറ്റ് രൂപമാറ്റം വരുത്തേണ്ടി വന്നു. സോ ഈ രൂപമാറ്റം ഏതിലാണ് വരുത്തേണ്ടത്, ഈ ഇടിയും ഡിയും ഏതിലാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ നമുക്ക് കൃത്യമായിട്ടൊരു റൂളൊന്നും ഇല്ല. നമുക്കത് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് ഇത് ഫിക്സ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഡി ആണോ ഇ ഡി ആണോ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ചെറിയ ടിപ്സ് വെച്ച് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അതിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. നമുക്കറിയാം
ചില വേർബ്സിനെ V2 ഫോമിലേക്ക് എത്തിക്കാൻ ഡി അല്ലെങ്കിൽ ഇ ഡി ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പം അങ്ങനെയുള്ള വേർബ്സിൽ ഏതിനൊക്കെയാണ് ഡി അല്ലെങ്കിൽ ഇ ഡി ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മറ്റ് വേർബ്സിന്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. റൈറ്റ്, റോട്ട് പോലത്തെ വേർബ്സിന്റെ കാര്യമല്ല. ട്രാവൽ, ട്രാവൽഡില്ലേ, ആ സെറ്റ് ഓഫ് വേർബ്സിൽ ഉള്ള ചില റൂൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അങ്ങനെയുള്ള വേർബ്സിൽ ഏതെങ്കിലും ഒരു വേർബ് ഇയിൽ എൻഡ് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പം അതിനെ V2 ആക്കാൻ നമ്മൾ ജസ്റ്റ് ഒരു ഡി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആണെന്ന് എനിക്കറിയാം. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. കണ്ടോ, ആദ്യത്തെ വാക്ക് നോക്കിക്കേ. ഈ വാക്കിൽ ഇ ആണ് ലാസ്റ്റ് വരുന്ന ലെറ്റർ. സ്നോർ. സ്നോർ എന്ന് പറഞ്ഞാൽ എന്താ? കൂർക്കം വലിക്കുക. സ്നോർ, കൂർക്കം വലിക്കുക. അപ്പൊ കൂർക്കം വലിച്ചു എന്നുള്ളതിന് സ്നോഡ് ആണ്. അപ്പൊ നമുക്ക് ഇ ഡി ആണോ ഡി ആണോ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് ഡൗട്ട് വരും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു വേർബിന് ഇ അവസാനിക്കുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഡി ഇട്ട് കൊടുത്താൽ അത് V2 ആയി. അതുപോലെ തന്നെ മൂവ്, മൂവ്ഡ്, ജസ്റ്റ് ഒരു ഡി ആഡ് ചെയ്യുന്നുള്ള അല്ലേ. ഇനി ലിവ്, അഗൈൻ ഡി ആഡ് ചെയ്തു, ലിവ്ഡ് ആയി മാറി. ലവ്, ലവ്ഡ്. കെയർ, കെയർഡ്. സോ ഈ ഒരു റൂൾ കൊണ്ട് ഒരു പരിധി വരെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. മൂവിങ് ഓൺ. ഇനി V2 ഫോം ആക്കാൻ ഡി ആണോ ഇ ഡി ആണോ എന്ന് കൺഫ്യൂഷനുള്ള അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് ആണ് ഒരു വവലും അതിനുശേഷം ഒരു കോൺസണന്റും കൂടി ചേർന്ന് അവസാനിക്കുന്ന വാക്കുകൾ. എഗൻ കൺഫ്യൂസിങ് ആണെന്ന് അറിയാം. വവൽസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എ, ഇ, ഐ, ഒ, യു. ഇത് 5 ആണ്. ഇതല്ലാതെ ബാക്കി എല്ലാ ലെറ്റേഴ്സിനെയും നമ്മൾ കോൺസണൻസ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ ബി, സി, ഡി, എഫ്, ജി, എച്ച്. ഇതുണ്ടാക്കുന്നത് സോഫ്റ്റ് സൗണ്ട്സും ഇതുണ്ടാക്കുന്നത് ഹാർഡ് സൗണ്ട്സും ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു വേർബ്, ഒരു വവൽ, അതിനോടൊപ്പം ഒരു കോൺസണന്റ്, ഇതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺസണന്റിനെ നമ്മൾ ഡബിൾ ആക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബെഗ്. ബെഗ് അവസാനിക്കുന്നത് ഒരു വവൽ, അതിനുശേഷം ഒരു കോൺസണന്റിലാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെ V2 ആക്കുന്ന സമയത്ത് ഈ കോൺസണന്റിനെ ഡബിൾ ആക്കും, എന്നിട്ട് ഇ ഡി ഇടും. സോ അങ്ങനെയാണ് നമുക്ക് ബെഗ്ഡ് കിട്ടിയത്. ഇതൊക്കെ സിമ്പിൾ റൂൾസ് ആണ് കേട്ടോ. മെയിൻലി സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുത്താതിരിക്കാനുള്ള കുറച്ച് കുറച്ച് ടിപ്സ് ആണിത്. അതുപോലെ ഫിറ്റ് നോക്കിക്കേ. ഫിറ്റിന്റെ കൂടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം വവലും കോൺസണന്റും ആണ് അതിന്റെ അവസാനം വന്നിരിക്കുന്നത്. അപ്പം നമ്മളിതിനെ V2 ആക്കാൻ വേണ്ടി ഡബിൾ ടി, ഈ കോൺസണന്റിനെ ഡബിൾ ആക്കി ഇ ഡി ഇട്ടു. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഹഗ് ബിക്കംസ് ഹഗ്ഡ്. അതുപോലെ സ്കിപ്പ് ബിക്കംസ് സ്കിപ്ഡ്. ഇനി അടുത്ത എക്സാമ്പിൾസ് നോക്കിയാൽ നമുക്കറിയാം ചിലതിന് മാത്രമേ ഈ പറയുന്ന ഇരട്ടിപ്പിക്കുന്ന പരിപാടി ആവശ്യമുള്ളൂ. ചിലതിന് ജസ്റ്റ് ഇ ഡി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനത്തതാന്ന് നോക്കാം. ഇതുപോലെ അഗൈൻ വവലും കോൺസണന്റും തന്നെയാണ് ഇവിടെയും കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഡിസ്ട്രോയിഡ്. ഇവിടെ ജസ്റ്റ് ഒരു ഇ ഡി ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ വൈ നമ്മൾ ഇതുപോലെ ഇരട്ടിപ്പിച്ചിട്ടില്ല. അഗൈൻ ച്യൂഡ്. ച്യൂഡിലും ഒരു വവലും കോൺസണന്റും തന്നെയാണ്. പക്ഷെ നമ്മൾ അഗൈൻ ഇ ഡി ആഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, 2 W എഴുതുന്നില്ല. ഇങ്ങനെയുള്ള എക്സെപ്ഷൻസും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതലായിട്ട് ഇത് പഠിച്ച് നമ്മൾ വായിച്ചും സംസാരിച്ചും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കൂടുതൽ ഒരു പരിചയം എത്തുന്നത്. അങ്ങനെ എത്തിയാൽ മാത്രമേ നമുക്ക് ക്ലാരിറ്റി അല്ലെങ്കിൽ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു കണ്ടീഷനും കൂടെ യൂഷ്വലി നമ്മൾ ഇതിനകത്ത് ഫോളോ ചെയ്യാറുണ്ട്. സാധാരണയായി ഒരു കോൺസണന്റും അതിൻ്റെ കൂടെ വൈ എന്നുള്ള കോമ്പിനേഷനും കൂടി എൻഡ് ചെയ്യുന്ന വേർബ്സിനെ നമ്മൾ IED ചേർത്തിട്ടാണ് V2 ആക്കുന്നത്. ഇ ഡിയും ഡിയും ആഡ് ചെയ്തിട്ട് കാര്യമില്ല, ഒരു ഐ കൂടി ആഡ് ചെയ്താൽ മാത്രമേ അത് V2 ആവുള്ളൂ. ഏത് വേർഡ്സ് ആണ്? ഒരു കോൺസണന്റും അതിൻ്റെ കൂടെ വൈയും. എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കോൺസണന്റ്, എൻ ഒരു കോൺസണന്റ് ആണ് അല്ലേ, EIOU കാറ്റഗറിയിലുള്ളതല്ല, എൻ അതിൻ്റെ കൂടെ വൈ. സോ ഡെനൈ എന്ന് പറയുന്ന ഈ വാക്ക് എൻഡ് ചെയ്തിരിക്കുന്ന ഒരു കോൺസണന്റ് പ്ലസ് വൈ കോമ്പിനേഷനിലാണ്. സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ വേർബ് ആക്കിയത്? ഈ വൈ ഒഴിവാക്കി, V2 ആക്കിയത് വൈ ഒഴിവാക്കി, എന്നിട്ട് IED ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. സിമിലർലി ക്യാരി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു കോൺസണന്റ് പ്ലസ് വൈ ആണ്. അപ്പോൾ നമ്മൾ ഈ വൈ ഒഴിവാക്കിയിട്ട് IED ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ V2 ഫോമിലേക്ക് എത്തുന്നത്. ക്യാരീഡ്. സെയിം ക്ലാരിഫൈ. എഫ് ഉണ്ട് നമുക്ക് ഓൾറെഡി ഇവിടെ കോൺസണന്റ് ആയിട്ട്,
കൂടെ y ആണ്. y ഒരു കോൺസണന്റ് തന്നെയാണ്, പക്ഷെ y ആൻഡ് അനദർ കോൺസണന്റ് കോമ്പിനേഷൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. സോ അങ്ങനെ ചെയ്തപ്പോൾ നമ്മളിത് V2 ആക്കാൻ വേണ്ടി y ഒഴിവാക്കി IED ഇട്ട് കൊടുത്തു. സെയിം ക്രൈ, ക്രൈഡ്. അതുപോലെ തന്നെയാണ് ഇവിടെയും L പ്ലസ് y, കോൺസണന്റ് പ്ലസ് y, IED, y അവിടെ ഒഴിവാക്കുക. സോ ഇതാണ് സ്പെല്ലിങ്ങിനകത്ത് നിങ്ങൾ EDയും അതുപോലെ ഡിയും IED ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് V2 ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില വാക്കുകൾ വെറുതെ ED അല്ലെങ്കിൽ D ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്ങിൻ്റെ രൂപം തന്നെ ഒന്ന് മാറ്റി കൊടുത്താലേ അത് V2ലേക്ക് എത്തുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ. ഫസ്റ്റ് വേർഡ് ഡ്രിങ്ക്. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കുക എന്നാണ്. അപ്പോൾ കുടിച്ചു എന്ന് വരുമ്പോൾ ഡ്രാങ്ക് ആണ്. ഇത് ആക്ച്വലി ഡിഡ് പ്ലസ് ഡ്രിങ്ക് എന്നുള്ളൊരു ഇതിൽ നമ്മൾ പഠിച്ചില്ലേ, അത് തന്നെയാണ് കേട്ടോ. സോ ഇതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ട, നമുക്ക് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇൻസ്റ്റെഡ് നിങ്ങൾ നേരെ ഈ ഒരു വാക്കിലേക്ക് ഓർത്താൽ മതി. സോ ഡ്രിങ്ക് കുടിക്കുക, ഡ്രാങ്ക് കുടിച്ചു. അതുപോലെ തന്നെ ഡ്രൈവ് ഓടിക്കുക, ഡ്രോവ് ഓടിച്ചു എന്നാവുമ്പം അത് ഡ്രോവ് ആയി മാറും. സ്പെല്ലിങ്ങിലുള്ള വ്യത്യാസം കണ്ടോ? അതുപോലെ ഈറ്റ് കഴിക്കുക, കഴിച്ചു എന്ന് വരുമ്പം എയ്റ്റ് ആയി മാറും. സ്പെല്ലിംഗ് നേരെ തിരിഞ്ഞു, പ്രൊനൗൺസിയേഷനും എല്ലാം. ഗിവ് കൊടുക്കുക, ഗേവ് കൊടുത്തു. അതുപോലെ ഗോ പോവുക, ഗോ ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വാക്കാണ് പോയി എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വെന്റ്. ഡ്രിങ്ക് ഡ്രാങ്ക്, ഡ്രൈവ് ഡ്രോവ്, ഈറ്റ് എയ്റ്റ്, ഗിവ് ഗേവ്, ഗോ വെന്റ്. സോ V2 ആക്കാൻ നമ്മൾ കംപ്ലീറ്റ് സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും എല്ലാം ചേഞ്ച് ചെയ്തു. ഇനിയും കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്, അതിന് യാതൊരു മാറ്റവും വരത്തില്ല. അങ്ങനെയുള്ള വേർഡ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ V2 ആക്കുമ്പോൾ ഹിറ്റ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, ഹിറ്റ് V2 ആക്കി, അതായത് കഴിഞ്ഞു. ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഇടിക്കുക, ഇടിച്ചു എന്ന് പറയാൻ നമ്മൾ ഹിറ്റ് പ്ലസ് ഡിഡ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് ഹിറ്റ് തന്നെയാണ്. ഈ സെറ്റ് ഓഫ് വേർഡ്സും നമ്മൾ പഠിച്ചിരിക്കണം. സോ ഹിറ്റ് ഇടിക്കുക അല്ലെങ്കിൽ അടിക്കുക, ഇടിച്ചു ഹിറ്റ്. അതുപോലെ കട്ട് മുറിക്കുക എന്നുള്ള മീനിങ് ആണ് കട്ടിന് വരുന്നത്. മുറിച്ചു എന്ന് വരുമ്പോഴും കട്ട് തന്നെയാണ്, അത് വ്യത്യാസം വരുന്നില്ല. സിമിലർലി ഹേർട്ട് ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക എന്നൊക്കെയാണ് ഹേർട്ടിന്റെ മീനിങ്. ഉപദ്രവിച്ചു എന്നാവുമ്പോഴും ഹേർട്ട് തന്നെയാണ്. സ്പെല്ലിങ്ങിലും പ്രൊനൗൺസിയേഷനിലും ഒരു വ്യത്യാസവും ഇല്ല. ഹേർട്ടഡ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, തെറ്റാണ്, അത് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ ലെറ്റ് അനുവദിക്കുക, സമ്മതിക്കുക എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. സമ്മതിച്ചു എന്ന് വന്നാലും ലെറ്റ് തന്നെയാണ്. സോ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ വായിക്കുക, പറയുക. അങ്ങനെ നിങ്ങൾക്ക് ഇത് വളരെ അക്യുറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.